ഇന്ന് നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പം പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കോയമ്പത്തൂർ നിന്നാണ് പോകുന്നത്. കോയമ്പത്തൂർ എട്ടിമടയെന്ന്. ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എട്ടിമടയെ പറ്റിയിട്ട് അറിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാടേക്ക്. പാലക്കാട് ഒരു ഫ്രണ്ട് ഉണ്ട്, ദീപു. ദീപുവിനെയും ഫാമിലിയും ഒന്ന് കാണണം. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് വാളയാർ റൂട്ടിലേക്കാണ്. ആ റൈറ്റിൽ കാണുന്നതാണ് ബൈപ്പാസ്. നമ്മളിപ്പോൾ സർവീസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈപ്പാസിലേക്ക് കയറുന്നില്ല, മേലെ കാണുന്നതാണ് ബൈപ്പാസ്. സർവീസ് റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേലന്താവളം വഴിക്കാണ് പോകുന്നത്. വേലന്താവളം കേരള തമിഴ്നാട് ബോർഡറാണ്. കോയമ്പത്തൂരിൽ നമ്മൾ പാലക്കാട് വഴി കേരളത്തിലേക്ക് പോകുമ്പം 2 വഴിക്ക് പോകാം. ഒന്ന് വേലന്താവളം ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഈ വഴിക്ക് പോകാം, അല്ലെങ്കിൽ നേരെ പോവാണെങ്കിൽ നമുക്ക് വാളയാർ ക്രോസ് ചെയ്തിട്ടും കേരളത്തിലേക്ക് കയറാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ വഴിക്കാണ് കേട്ടോ, വേലന്താവളം വഴിക്ക്. ഇതിൽ പോകുന്നതിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇതിൽ പോവുകയാണെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കണ്ട. ചെക്കിങ്ങും വാളയാറിൻ്റെ അത്രയും ഇല്ല. ചെക്കിങ് ചില സമയത്ത് ഇവിടെ ഉണ്ടാവാറേ ഇല്ല, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഒത്തിരി നല്ല ഭംഗിയാട്ടോ ഈ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ബൈപ്പാസ് വഴി പോകുമ്പോൾ ആ ഒരു ബോറടിയും ഇല്ല. ഇത് കണ്ടോ, ലൂണാസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇവിടെ. ഇവിടെ ചെരുപ്പുകൾ ചെറുതും വലുതുമായിട്ടുള്ള വിലയിലുള്ള എല്ലാ ചെരുപ്പുകളും നല്ല വിലക്കുറവിൽ കിട്ടും. തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി പോവുകയാണെങ്കിൽ നല്ല രസമാണ് ഈ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ വഴി, അതായത് ബാംഗ്ലൂർ വഴി അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ തിരിച്ച് പാലക്കാടേക്ക് പോകുമ്പം ഇതുവഴി വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി ഒന്ന് വരണം കേട്ടോ. വേലന്താവളം വഴി പാലക്കാടേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ കൂടിയാണ് കേട്ടോ. ബോർഡർ എത്തിയിട്ടില്ല. ബോർഡർ എത്തുന്നതിനും കുറച്ച് മുന്നേ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ്. നമ്മളിപ്പോൾ വെളുപ്പിനെയൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇവർ ടോർച്ചൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് അടിച്ച് നോക്കി ആരൊക്കെയാണ് ഉള്ളത്, എന്താ ഡീറ്റെയിൽസൊക്കെ എടുത്ത് എങ്ങോട്ട് പോകുന്നൊക്കെ ചോദിച്ചിട്ടേ വിടാറുള്ളൂ മിക്കവാറും. ഇപ്പം അങ്ങനെ ഒരു ചെക്കിങ് കാണുന്നില്ല. തമിഴ്നാട് പോലീസ് കേട്ടോ ഇപ്പോൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടി, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വിടുന്നത്. കേരള പോലീസിൻ്റെ ചെക്കിങ് അവിടെ നമുക്ക് വേലന്താവളം ആ ബോർഡറിൽ അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. നല്ല തണലും തണുപ്പും ഒക്കെയുള്ള നല്ല ഒരു റൂട്ടാണ് കേട്ടോ ഇത്. കുറച്ച് ദൂരം കൂടി നമുക്ക് പോകണം. അതുവരെ ഞാൻ ദീപുവിനെ പറ്റി പറയട്ടെ. ദീപു എന്ന് പറഞ്ഞാൽ നമുക്ക് 20 വർഷം മുന്നേ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു 2-3 വർഷം. പക്ഷേ ഇപ്പോൾ പുള്ളി നാട്ടിലില്ല കേട്ടോ, ഗൾഫിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ലീവിന് വരുമ്പം കോയമ്പത്തൂർ വന്ന് നമ്മളെ കണ്ടിട്ട് പോവും. പക്ഷേ ഇപ്പോൾ കൊറോണ പ്രശ്നമൊക്കെ കാരണം ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട്, ക്യാമ്പസിലേക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ട് പോവാണ് ദീപുവിനെയും ഫാമിലിയും കാണാൻ വേണ്ടിയിട്ട്. ചില സൗഹൃദങ്ങളുണ്ടാവും, നമ്മളിങ്ങനെ കൂടെ കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല, പക്ഷെ അത് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. എന്താവശ്യം, നമുക്ക് എന്തൊരു സങ്കടമോ വിഷമോ ഒക്കെ ഉണ്ടായാലും എപ്പോഴും കൂടെയുള്ള ചില ഫ്രണ്ട്ഷിപ്പില്ലേ, അങ്ങനത്തെ ഒരു ഫാമിലി ഫ്രണ്ട്ഷിപ്പാണ് ദീപുവായിട്ടുള്ളത്. അത് ഞാൻ പറയാട്ടോ. നോക്ക്, ഇപ്പം നമ്മൾ തമിഴ്നാട് ബോർഡറിലെത്തി. ഇതാണ് വേലന്താവളം ടൗൺ. ഈ ചെറിയൊരു ടൗൺ കാണുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് കേരളം. പാലക്കാട് ഇവിടുന്ന് സ്റ്റാർട്ടാവുകയാണ്. നമ്മൾ പാലക്കാട് ഇറങ്ങി. ഇവിടെ നോക്ക്, ഒരു ചെക്കിങ്ങും ഇല്ല, ഒരു പോലീസും ഇല്ല, ഒന്നുമില്ല. നമ്മൾ സ്മൂത്തായിട്ട് കേരളത്തിലേക്ക് എത്തി. ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, ഒരുപാട് ലോട്ടറി കച്ചവടക്കാരിപ്പുണ്ട്. തമിഴ്നാട്ടിൽ ഇത് നിരോധിച്ചേക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നടക്കമുള്ള കച്ചവടക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് കാണിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. നമുക്കൊരു 1000 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പം ലോട്ടറി കൊടുത്തിട്ട് ആ പൈസയും വാങ്ങിക്കണം. മക്കളും ഉണ്ട് വണ്ടിയിൽ. അവർക്കാണ് ഏറ്റവും അധികം സന്തോഷം. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ അച്ഛനൊരു ലോട്ടറി അടിക്കുന്നത്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി ഒന്നും എടുക്കാറില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരാളിങ്ങനെ മുന്നിൽ കൊണ്ട് തരുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ച ലോട്ടറിക്കാണ് ഇപ്പോൾ 1000 രൂപ അടിച്ചിട്ടുള്ളത്. ഭയങ്കര സന്തോഷത്തിലെല്ലാവരും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ പൈസയും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് പാലക്കാടിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്.
ഇത്രയും കാലം ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് പുതുതായിട്ട് ഫംഗ്ഷൻ ചെയ്തത്. ഇത് ഫുള്ള് ഓപ്പൺ ആയിട്ടില്ല, ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഇത് പാലക്കാടുകാർക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. കാരണം ഇതിന് മുന്നേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വരുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ ഒന്നെങ്കിൽ തൃശ്ശൂർ പോകണം, അല്ലെങ്കിൽ കോയമ്പത്തൂരേക്ക് വരണം. അങ്ങനെയായിരുന്നു. ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഗ്രാമത്തിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ കലിങ്കിൻ്റെ അപ്പുറത്ത് ഗ്രാമപഞ്ചായത്താണ്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല കാഴ്ചകളായിരിക്കും. നമ്മൾ പാലക്കാട് എന്നൊക്കെ പറയുമ്പം നെൽകൃഷിയാണല്ലോ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇപ്പം കൊയ്ത്തൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ ദീപു ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു, നീ വരുന്നുണ്ടെങ്കിൽ വാ, കൊയ്ത്ത് നടക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. മക്കളെ കുട്ടി വന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ കൊയ്യുന്നത് എന്താന്ന്, നെല്ലെന്താന്ന് പോലും അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ എല്ലാം. അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം, നിങ്ങളെയും കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല സ്വർണ്ണ കളറിൽ നെല്ല് വിളഞ്ഞ് കിടക്കുക. പക്ഷേ ഇത് പണ്ടത്തെ പോലെ ആൾക്കാർ നിറയെ പേരിങ്ങനെ പാടത്തിറങ്ങി കൊയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പം എല്ലാം മെഷീൻ വെച്ചിട്ടാണ്. മെഷീനെങ്കിലും മെഷീൻ കാണാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ചില ഭാഗങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞു പോയി, ചില ഭാഗങ്ങളൊക്കെ കൊയ്യാനുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ മുന്നിൽ ബൈക്കിൽ പോകുന്നത് ദീപുവാണ് കേട്ടോ. നമുക്ക് വഴി കാണിച്ച് പോവാം. നമ്മളിങ്ങോട്ട് വന്നിട്ട് കുറേ വർഷങ്ങളായി, 4-5 വർഷമായി വന്നിട്ട്. അപ്പോൾ വഴി അത്ര മറന്നുപോയി. എപ്പോഴും ഇവർ ലീവിന് വരുമ്പോൾ അങ്ങോട്ടേക്ക് വരാറാണ് പതിവ്, അതുകൊണ്ട് അതങ്ങ് മറന്നുപോയി. വഴി തെറ്റിയപ്പം പുള്ളിയെ വിളിച്ചു വരുത്തിയതാണ്. ഇത് കണ്ടോ, കൊയ്ത്ത് നടക്കുന്നുണ്ട്. കൊയ്ത നെല്ല്, പച്ച നെല്ല് റോഡിൽ അവർ ഉണങ്ങാനിട്ടിരിക്കുക. കഴിക്കുന്ന ഭക്ഷണമല്ല, എങ്ങനെയാണ് മുകളിൽ കൂടി വണ്ടി കയറ്റിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിയത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നമല്ല. ആ ചേച്ചി വന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോയിക്കോളാൻ പറഞ്ഞു. വേറെ വഴിയില്ല, അങ്ങനെ നിർത്തിയിലാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വണ്ടി എടുത്തിട്ട് വന്നു. ഇതേ സൈഡിലൊക്കെ നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് ഓരോരോ വീട്ടുകാർ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ദീപുവിൻ്റെ വീട്ടിലെത്തി. ഇവിടെ വയസ്സായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ ഒന്ന് കണ്ട് സംസാരിച്ച് കുറച്ച് നേരം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അമ്മയോടൊക്കെ കുറച്ച് സമയം സംസാരിച്ചൊരു ചായ എല്ലാം കുടിച്ചിട്ട് നമ്മളിപ്പം കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ദീപുണ്ട്, ദീപുവിൻ്റെ വൈഫുണ്ട്. സീന, ദീപുവിൻ്റെ വൈഫ് ചെന്നൈയിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത്, ദീപു ഗൾഫിൽ, നമ്മൾ കോയമ്പത്തൂർ. അപ്പോൾ ദീപു ലീവിന് വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നെങ്കിലും ഇവിടെ അല്ലെങ്കിൽ കോയമ്പത്തൂർ ഇതുപോലെ ഒരു ദിവസം ഒത്തുകൂടാറുണ്ട്. ഇത് നോക്ക്, ഇവിടെ കൊയ്ത്ത്, ഈ പാടത്തിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ല് ട്രാക്ടറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഈ പാടം മൊത്തം ഒരാളുടേതായിരിക്കില്ലല്ലോ, ഓരോരോ പ്ലോട്ടായിരിക്കില്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ട്രാക്ടറിലേക്ക് മാറ്റി ഈ ട്രാക്ടറിൽ നിന്ന് ഈ നെല്ല് ആ വീട്ടുകാരുടെ, അതായത് ഈ പാടത്തിൻ്റെ ഓണറിൻ്റെ അവരുടെ വീട്ടിൽ കൊണ്ടിറക്കിയിട്ട് തിരിച്ചു വരും. അപ്പോഴത്തേക്കും ഈ കൊയ്ത്ത് മെഷീൻ പോയിട്ട് അടുത്ത സ്ഥലം കൊയ്യും, പിന്നെയും ട്രാക്ടറിലേക്ക് മാറ്റും, അത് അടുത്ത ഓണറിൻ്റെ അടുത്തെത്തിക്കും. ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊയ്ത്ത് മെഷീൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നാന്നാ പറഞ്ഞത്. അതിൻ്റെ ആ ഓടിക്കുന്ന ഡ്രൈവർ അങ്ങനെയാ പറഞ്ഞത്. അപ്പോൾ ഡ്രൈവർക്ക് ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപയെന്നാണ് ഇപ്പം പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ആ കൊയ്ത്ത് മെഷീൻ്റെ അകത്ത് കയറി പോയിട്ടുണ്ട് അടുത്ത പാടം കൊയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്യാമറയും കയ്യിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള ഷോട്ട് കിട്ടുമല്ലോ എന്നും പറഞ്ഞാൽ പോയിട്ടുള്ളത്. കണ്ടത്തിക്കൂടെ തന്നെ നമുക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ വേറൊരു വഴി കൂടിയിട്ട് ആ കൊയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാടത്തിൻ്റെ ഓണറാണ് കുറേ മുന്നേ ഒരു ചേച്ചി ഒരു മോളും കൂടി പോകുന്നില്ലേ, അവരാ കൊയ്യുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൊയ്തതിന് ശേഷം ഈ പാടത്തേക്ക് വീഴുന്ന ഈ കച്ചിയില്ലേ,
കച്ചി എന്നല്ല അതിന് പറയുന്നത്, ഈ പുല്ലില്ലേ, നെല്ലെടുത്തതിന് ശേഷം വീഴുന്നത്, അത് ഉണക്കിയിട്ട് പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അത് ഈ പാടത്ത് തന്നെ വളമായിട്ട് മൂടിയിടുക എന്നാണ് പറഞ്ഞത്. തമിഴ് പാട്ടൊക്കെ ഉറക്കെ വെച്ചിട്ടാണ് ഈ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ആ പാട്ട് അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെ ഓണറായി ചേച്ചി. അപ്പോൾ ഈ ചേച്ചി ഓടി വീട്ടിലെത്തുമ്പോഴത്തേക്കും ആ ട്രാക്ടറിൽ നെല്ല് അവിടെ എത്തും. അപ്പോൾ ഇറക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് അവർ അത്രയും ഫാസ്റ്റായിട്ട് പോകുന്നത്. കൊയ്ത്തെല്ലാം കണ്ടിട്ട് നമ്മളും ഇപ്പോൾ തിരിച്ചു പോവാം കേട്ടോ. ഇത് ദീപുവിൻ്റെ തറവാട് വീടാണ് ഇത്. ഇവിടെ ആരുമില്ല, നല്ല വീടല്ലേ, നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചിപ്പം കോയമ്പത്തൂരേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് 2 കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ലോട്ടറി മാറി പൈസ വാങ്ങിക്കണം, പിന്നെ ഒന്ന് ലൂണാസിൻ്റെ അവിടെ കയറി ചെരുപ്പ് ഒന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു മഴയ്ക്ക് മുന്നേ വീട്ടിലെത്താൻ തോന്നുന്നു. അടിച്ചെന്നേനെ ഞാൻ വരാം. എത്രയത്? 1000 റുപ്പീസ് ലോട്ടറി അടിച്ചിട്ട് 500 രൂപ നമുക്ക് പൈസ ആയിട്ടും 500 രൂപയുടെ ലോട്ടറിയാണ് കേട്ടോ ഇപ്പോൾ ആ ചേച്ചി തന്നത്. കോയമ്പത്തൂർ ഉക്കടത്തിനടുത്ത് പൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ചേച്ചിയുടെ ചേട്ടൻ്റെ സ്ഥലം. ഒരു ഫാമിലി ആയിട്ട് ലോട്ടറി കച്ചവടത്തിന് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവർക്കിപ്പം 1000 രൂപ ലോട്ടറി അടിച്ചതിൽ കമ്മീഷനൊന്നും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. 5000 രൂപ ലോട്ടറി അടിക്കുമ്പോഴാണ് 100 രൂപ കമ്മീഷൻ കിട്ടുന്നത്. അതായിപ്പോൾ ചേച്ചി പറഞ്ഞു. അപ്പോൾ നമുക്ക് 500 രൂപ ക്യാഷ് ആയിട്ടും കിട്ടി, 500 രൂപയുടെ ലോട്ടറിയും കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും മഴ ഇങ്ങോട്ടും എത്തി. ഇവരിതൊക്കെ മൂടിയിടുകയാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട്. കേരള തമിഴ്നാട് അറിയാവുന്ന പോലെ ചില സമയത്ത് ഇവിടെ മഴ പെയ്യാം. കേരളത്തിൽ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോഴും ഈ ബോർഡർ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ചാറ്റൽ മഴയെ കാണുള്ളൂ. കുറച്ചും കൂടി മുന്നോട്ടെത്തി കഴിയുമ്പോൾ ഒട്ടും മഴയും പെയ്തിട്ടുണ്ടാവില്ല. കുറേ വർഷങ്ങളായിട്ട് കാണുന്നത് ഇതിങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമ്മുടെ 2018 ആ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് അവിടെ അത്രയും വെള്ളം പൊങ്ങി ഡാമൊക്കെ തുറന്ന് വിട്ടപ്പോഴും ഇവിടെ ഇങ്ങനെ അത്രയും കാലവും ചാറ്റൽ മഴയായിരുന്നു. നന്നായിട്ട് പെയ്തിട്ടൊന്നുമില്ല, ചാറ്റൽ മഴ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്തും നമ്മുടെ ആ ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് ഒന്നുമില്ല. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പോലീസുകാരും റോഡിലില്ല, എല്ലാവരും ആ ഒരു ഷെഡിൽ കയറി നിൽക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് വന്നപ്പോഴും ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ലൂണാസിൻ്റെ ഔട്ട്ലെറ്റാണ്. ഇവിടെ മെയിനായിട്ട് വിൽക്കുന്നത് സർപ്ലസ് ആയിട്ടുള്ള ചെരുപ്പും അതേപോലെ ചെറിയ ചെറിയ ഡാമേജസ് വരുന്ന റിജക്റ്റ് ആയി പോകുന്ന ചെരുപ്പുകളുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ ഡിഫക്റ്റ് ഉള്ള ചെരുപ്പുകൾ ഇവിടെയുണ്ട്.
സർപ്ലസ് എന്ന് പറഞ്ഞാൽ അറിയാമോയെന്നറിയില്ല, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ആ ഒരു ഗാർമെൻറ്റ് ഫീൽഡിൽ കുറേ കാലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറയാണ് കേട്ടോ. സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഓർഡർ വരുമ്പോൾ, ഇപ്പോൾ ഒരു ചെരുപ്പിൻ്റെ ഓർഡർ ആണെങ്കിൽ 1000 പീസ് ഓർഡർ, 1000 പീസിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 1000 പീസ് അല്ല ഉണ്ടാക്കുക, ഒരു 10% അല്ലെങ്കിൽ ഒരു 15% കൂട്ടി ഉണ്ടാക്കും. കാരണം നമുക്ക് ലാസ്റ്റ് ആ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാരണം ആ ക്വാണ്ടിറ്റി കുറയാതിരിക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ എപ്പോഴും കൂട്ടി ഉണ്ടാക്കുക. അപ്പോൾ കൂട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഡിഫക്റ്റും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ അധികമായിട്ടുണ്ടാക്കിയ ആ പീസ് നമുക്ക് ബാക്കിയാവും. അതാണ് സർപ്ലസ് ആയിട്ട് വരും. അത് നല്ല ക്വാളിറ്റി ആയിരിക്കും. അത് നമുക്ക് ഓർഡറിന് കറക്റ്റ് എണ്ണം തികഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ സെയിലിന് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് പീസുകളും പിന്നെ ചെറിയ ചെറിയ ഡിഫക്റ്റ് വരുന്നതുമാണ് ഇവിടെ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുള്ളത്. നല്ല വിലക്കുറവിൽ കിട്ടും. വിലയെല്ലാം അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. MRPയിലും ഒത്തിരി താഴെയാണ് വില ഇട്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഡെയിലി യൂസിന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മഴ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇടയിൽ നിർത്താൻ പോകുന്ന വഴിക്ക് 2 പാക്കറ്റ് ദോശമാവ് വാങ്ങിക്കും. നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. വൈകുന്നേരം ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്ന കാരണം രാത്രിയിലത്തേക്ക് ഫുഡൊന്നുമില്ല. ദോശമാവൊക്കെ വാങ്ങിച്ചിട്ട് പോയാൽ നമുക്കത് ഉണ്ടാക്കി കഴിക്കാമല്ലോ. പിന്നെ ഒരു കാര്യം, എട്ടിമടയെ പറ്റിയിട്ടും നമ്മുടെ ആലമരയെ പറ്റിയിട്ടുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ക്യാമ്പസൊക്കെ കാണിക്കുന്ന സമയത്ത് കോളേജിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിറയെ റെസ്പോൺസ് വന്നൊരു വീഡിയോ ആയിരുന്നു. അതിൽ കുറേ പേര് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കോളേജിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല, എന്തുകൊണ്ടാണ് കോളേജിൻ്റെ പേര് പറയാത്തതെന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഇപ്പം നമ്മൾ താമസിക്കുന്നതും ജോലിയായിട്ടുള്ള സ്ഥലമാണ് അമൃത യൂണിവേഴ്സിറ്റി. ഇത് ഇന്ത്യയിൽ മൊത്തമുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ പറയാഞ്ഞെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താണെങ്കിലും ഈ കോളേജിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി പേര് നെഗറ്റീവ് കമൻറ്റ്സ് താഴെ ഇടും. അതെനിക്കറിയാം. അതുകൊണ്ട് അവോയ്ഡ് ചെയ്താണ് നെഗറ്റീവ് കമൻറ്റ്സ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ കോളേജിനെ പറ്റി വരുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം പറയാനിട്ടുള്ളത്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ക്യാമ്പസിലെത്തി. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ജോലി, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസം. ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം വൈകുന്നേരം 7 മണിക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.